എസ് ജാനകിയമ്മ ഫൗണ്ടേഷൻ കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള കരോക്കെ ഗാനാലോപന മത്സരം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരമാണ് കരോക്കെ ഗാനാലാപന മത്സരത്തിന് വേദിയാകുന്നത്. പരിപാടിയുടെ ഭാഗമായി ജാനകിയമ്മ അനുസ്മരണം, സാംസ്കാരിക സമ്മേളനം, ആദരവ്, സമ്മാനദാനം, ഗാനമേള എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-ന് കെ വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കരോക്കെ ഗാനാലാപന മത്സരം നടക്കും. രാത്രി 7-ന് സാംസ്കാരിക സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ M പത്മകുമാർ ജാനകിയമ്മ അനുസ്മരണം നടത്തും. ചാണ്ടിയുമ്മൻ MLA വിജയികൾക്ക് സമ്മാനം നൽകും. ജാനകിയമ്മ ഫൗണ്ടേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ PV രമണൻ, AR ബൈജു, അനിത ബാലചന്ദ്രൻ, KP സദാശിവൻ, ബിനോയ് വാസുദേവൻ, അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത്, ഡിൽഷൻ കൊട്ടേക്കാട്, CC വിമൽ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊണ്ടുവരുന്നത് അറിയാലോ, പത്രക്കാരിക്കൊക്കെ പത്രം തന്നെയാണ് അത് റിപ്പീറ്റ് ചെയ്ത് കിട്ടുക. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അതേപോലെ കേരളത്തിൽ ഈ ഫൗണ്ടേഷൻ അവരുടെ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലൊക്കെ എന്നുമുണ്ട്. അവരുടെ ഓർമ്മകൾ, ആ ഓർമ്മകൾ നിലനിർത്തി ഈ ഫൗണ്ടേഷൻ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ആ ഒരു പ്രതിജ്ഞ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രാരംഭ നടപടി, അതുപോലെ അതിന്റെ ഉദ്ഘാടനം എന്ന നിലയ്ക്ക് നമ്മൾ ഓഗസ്റ്റ് 16-ാം തീയതി ഞായറാഴ്ച നമ്മുടെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ വെച്ചിട്ട് നമ്മളൊരു കരോക്കെ ഗാന ആലാപന മത്സരം നമ്മൾ നടത്തുകയാണ്. അത് രാവിലെ 9 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 തരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മത്സരം നടത്തുന്നത്. അത് അവരുടെ ഏജ് അനുസരിച്ചാണ്. 4 തരത്തിലായിട്ട് ഏജിനെ തിരിച്ചുകൊണ്ടാണ് നമ്മൾ ആ മത്സരങ്ങൾ നടത്തുന്നത്. ഏകദേശം 4 മിനിറ്റ് സമയത്തിന്റെ പാട്ടുകളാണ്, സിനിമാ പാട്ടുകളാണ്. ജാനകിയമ്മയുടെ മാത്രമല്ല, എല്ലാ ഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് മെലഡി ആയാലും ഫാസ്റ്റ് ആയാലും സെമി ക്ലാസിക്കലായാലും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ സമ്മാനാർഹരാകുന്ന 3 സ്ഥാനക്കാർക്കും ക്യാഷ് അവാർഡും മൊമെന്റോകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു സമാപന സമ്മേളനം വൈകുന്നേരം നമ്മൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സമാപന സമ്മേളനത്തിന് ശേഷം ഗാനമേളയും ഉണ്ടായിരിക്കും. അത് ഏകദേശം ഒരു 80% ജാനകിയമ്മയുടെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടും മറ്റു പാട്ടുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനമേളയായിരിക്കും നമ്മൾ നടത്തുന്നത്.